ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ത്രോംബോഫീലിയ പ്രഗ്നൻസിയിൽ വന്നാലുള്ള പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കാം. ത്രോംബോഫീലിയ എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡർ ആണ്. അത് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. പ്രഗ്നൻസി എന്നുള്ളത് ബ്ലഡ് ക്ലോട്ടിംഗ് വരാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ത്രോംബോഫീലിയ ഉള്ള ആളുകൾക്ക് പ്രഗ്നൻസിയിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വരും. ഈ പ്രഗ്നൻസിയിൽ ബ്ലഡ് ക്ലോട്ടിങ് വരുന്നത് അമ്മയുടെ ബ്ലഡ് വെസലുകളിൽ വരാം, യൂട്രൈൻ വെസൽസിൽ വരാം, പ്ലാസൻ്റയിൽ വരാം. അപ്പോൾ പ്ലാസൻ്റയിൽ ഇങ്ങനത്തെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്ലാസൻ്റയുടെ ഫങ്ഷനിങ് കുറയും, പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസി വരും. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് വേണ്ട ബ്ലഡും അതിൽ കൂടെ ന്യൂട്രിയൻസും ഓക്സിജനും ഒന്നും കിട്ടാതെ വരും. അങ്ങനെ കുട്ടി ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ മരിച്ചു പോകാനും ഏർലി ആണെങ്കിൽ അബോർഷനായി പോകാനും ഉള്ള സാധ്യത കൂടുതലാണ്. ഈ പ്ലാസൻ്റയിൽ ബ്ലഡ് ക്ലോട്ടിങ് വന്നു കഴിഞ്ഞാൽ, പ്ലാസൻ്റയുടെ ഫങ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ മദർക്ക് പ്രിയക്ലാംസിയ, പ്രഷർ കൂടാനുള്ള അവസ്ഥ, ഇങ്ങനെയുള്ള കണ്ടീഷൻസും ഉണ്ടാകാറുണ്ട്. അതേപോലെ കുട്ടിക്ക് ഗ്രോത്ത് റിട്ടാർഡേഷനും വരാം, വളർച്ച കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമ്മയുടെ ബ്ലഡ് വെസലുകളിൽ, രക്തക്കുഴലുകളിൽ ക്ലോട്ട് അടിഞ്ഞു കഴിഞ്ഞാൽ DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നുള്ള ഒരു പ്രശ്നം വരാം. ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ഈ ത്രോംബോഫീലിയ എന്നുള്ള കണ്ടീഷൻ ജനറ്റിക്കായിട്ട് വരുന്നതുമുണ്ട്, അക്വയർഡായിട്ട് വരുന്നതുമുണ്ട്. അപ്പോൾ ജനറ്റിക്കായിട്ട് വരുന്നതിൽ പെട്ടതാണ് ഫാക്ടർ 5 ലൈഡൻ മ്യൂട്ടേഷൻ, പ്രോത്രോംബിൻ ഡെഫിഷ്യൻസി, പ്രോട്ടീൻ C പ്രോട്ടീനസ് ഡെഫിഷ്യൻസി, ആൻറ്റിത്രോംബിൻ പ്രോബ്ലംസ്. ഈ പ്രോബ്ലം എല്ലാം നമുക്ക് ഉണ്ടോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് വഴി കണ്ടുപിടിച്ചാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലഡ് ടെസ്റ്റിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രഗ്നൻസി ആയ ഉടനെ തന്നെ ലോ ഡോസ് ആസ്പിരിൻ ഗുളിക തുടങ്ങേണ്ടതുണ്ട്. അത് ബ്ലഡിനെ തിന്നാക്കും. അതേപോലെ ഇഞ്ചക്ഷൻ ഹെപ്പാരിൻ എന്നുള്ള ഇഞ്ചക്ഷനും എടുക്കേണ്ടി വരും. അങ്ങനെ പ്രഗ്നൻസീനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് ബേബിയുടെ ഗ്രോത്തും എല്ലാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ട് മെറ്റേണൽ വെയിറ്റ്, ബ്ലഡ് പ്രഷർ എല്ലാം സീരിയലി മോണിറ്റർ ചെയ്തിട്ട് പ്രഗ്നൻസി മുന്നോട്ട് പോകാവുന്നതാണ്. കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഈ ത്രോംബോഫീലിയ എന്നുള്ള കണ്ടീഷനിൽ പ്രഗ്നൻസി ഔട്ട്കം വളരെ നല്ലതായിരിക്കും.